പുഡിംഗ് ആണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറിയോ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി വേണ്ട സാധനങ്ങൾ: ഓറിയോ ബിസ്ക്കറ്റ്. ഞാനിവിടെ സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പാല് വേണം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒരു 1/2 ടിൻ. പിന്നെ വേണ്ടത് വിപ്പിംഗ് പൗഡറാണ്. 4 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ അകത്തുനിന്ന് ക്രീം ആദ്യം ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ക്രീം മാറ്റി കഴിഞ്ഞു. ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. സ്ട്രോബെറി ഫ്ലേവറുള്ള വേറെ ഫ്ലേവറുള്ള ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം. അതായത് ഓറിയോയുടെ വാനില ഫ്ലേവറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓറഞ്ചോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സ്ട്രോബെറി യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വിപ്പിംഗ് പൗഡർ ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് പൗഡറിന് പകരം വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ 4 പാക്കറ്റ് വിപ്പിംഗ് പൗഡർ എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന വിപ്പിംഗ് പൗഡറിൻ്റെ പുറത്ത് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവാറുണ്ട്. അതായത് നമ്മൾ ഇത്ര പാൽ ഇതിലേക്ക് യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ അതനുസരിച്ച് പാൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലൂസാവാറാണ് ഉണ്ടാവാറ്. കാരണം അത്രയും പാലിൻ്റെ ആവശ്യം വിപ്പിംഗ് പൗഡറിന് ഇല്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് ക്രീം ഉണ്ടാക്കാം. അപ്പോൾ അത്ര ലൂസായി വരില്ല, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. കേക്കിനൊക്കെ അങ്ങനെയാണ് ചെയ്യാം. ഇത് ബീറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക ആദ്യം. ഒരുപാട് പാൽ ഒഴിക്കരുത്, അപ്പോൾ നമ്മൾ വിചാരിച്ചത്ര ഫ്ലഫി ആയി കിട്ടില്ല. അതിനുശേഷം ഇത് ബീറ്റ് ചെയ്യാം. കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് മിക്സ് ചെയ്യാം. ചില വിപ്പിംഗ് പൗഡർ അത്ര മധുരം ഉണ്ടാവില്ല. അപ്പോൾ നല്ല മധുരമുള്ള വിപ്പിംഗ് പൗഡർ ആണെങ്കിൽ 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കൊന്നും വേണ്ടി വരില്ല. ഇതിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ ബിസ്ക്കറ്റിൻ്റെ ക്രീം ഇട്ട് കൊടുക്കാം, വേറൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു സ്ട്രോബെറിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഈ പുഡിങ്ങിൻ്റെ ആദ്യത്തെ ലെയറായിട്ട് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. പാലിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഈ ട്രേയിലേക്ക് മാറ്റേണ്ടത്. ഫസ്റ്റ് ലെയറായിട്ട് വെക്കാം. ട്രേയിൽ ഫുള്ളായിട്ട് ബിസ്ക്കറ്റ് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ബിസ്ക്കറ്റായത് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം. നെക്സ്റ്റ് ലെയർ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ നേരത്തെ ബിസ്ക്കറ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്രീം, അതാണ് നെക്സ്റ്റ് ലെയർ. അപ്പോൾ അതുകൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. നെക്സ്റ്റ് ലെയർ ബാക്കി വന്നിട്ടുള്ള ക്രീം വെച്ച് ഫില്ല് ചെയ്യാം. നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.